ഇതിന് വേണ്ട നാളികേരം വറുത്തതാണിത്. ആ നാളികേരം വറുക്കുമ്പോൾ അതിൽ 2 ചുമന്നുള്ളി അരിഞ്ഞിടാം. വേണമെങ്കിൽ ഒരു നുള്ള് പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല കേട്ടോ, പെരിഞ്ജീരകം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം അതിടാം. പിന്നെ കറിവേപ്പില. അത് നാളികേരം ഒന്ന് മൂത്ത് വരുമ്പോഴാണ് മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. കൂട്ടുകാരെ, ഇന്ന് ഒരു പാവയ്ക്കക്കറിയാണ് കേട്ടോ വയ്ക്കാൻ പോണത്. പാവയ്ക്ക ഇന്നലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് കിട്ടുമല്ലോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പാവയ്ക്ക വറുത്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം. എന്നിട്ട് ഇത് കോരി മാറ്റി വയ്ക്കണം. വീഡിയോ പിടിക്കുന്നതും കാരണം ഒരു കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ കോരി മാറ്റി വെച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. കോരി മാറ്റി വെച്ചു. ഇനി അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിക്കണം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. നല്ലപോലെ പൊട്ടട്ടെ. ഏതൊരാളും നമ്മൾ പാചകം അറിഞ്ഞിരിക്കണം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഞാനെപ്പോഴും എൻ്റെ മോനോട് പറയും, ഇതൊക്കെ ഒന്ന് വന്ന് നിന്ന് നോക്ക്. അപ്പം എന്താ അതിൻ്റെ ആവശ്യം? ഞാൻ പറയും, എവിടെയെങ്കിലും പോയി നീ ഒരു ഭക്ഷണം കഴിച്ചു, മോശം ഭക്ഷണമാണ്, എന്തുകൊണ്ട് മോശമായി എന്ന് നിനക്കൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞിരിക്കണം. അതെ, വെറുതെ പറയാൻ പാടില്ലല്ലോ. അപ്പം ഇതിലേക്ക് തക്കാളി, ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായി വാട്ടുക. പിന്നെ അതിലോട്ട് ഒരു 3 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി ഞാൻ അരിഞ്ഞത് ഇടുന്നുണ്ട്. വേണ്ട ഒരു ആവശ്യമുള്ളവരിട്ടാൽ മതി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഫോട്ടോ ഇടാം കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. കുറച്ചൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മതി. ഇനി കുറച്ച് ഉപ്പ്. പിന്നെ നമ്മൾ ആ ഇൻഗ്രീഡിയൻസിൽ കാണുന്നില്ലേ, തേങ്ങ, അത് വറുത്ത് അതിൽ കുറച്ച് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്, വറുക്കുമ്പോൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു നുള്ളി പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതും മൂത്ത് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്തിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി അത് ഇതിലോട്ട് ഒഴിക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ മസാലയുടെ കുത്തൊക്കെ ഒന്ന് ഊറ്റി, പിന്നെ ഈ തക്കാളിയും ഇതൊക്കെ ഇതിൽ കിടന്നൊന്ന് വെന്ത് അതിന് ശേഷം അവസാനം നല്ലപോലെ പറ്റിയെന്ന് നമ്മൾക്ക് അറിയുമല്ലോ. അപ്പം മാത്രം നമ്മൾ ഈ വറുത്ത് വെച്ച കയ്പ്പയ്ക്ക ഇതിലോട്ട് ഇടുക. ഒരു ചെറിയൊരു കറി. എല്ലാവരും പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഓക്കേ.